തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇറ്റലിയിലെ നേപ്പിൾസിനടുത്തുള്ള ഒരു സ്ഥലമാണ് പോംപെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടായ സ്ഥലം. അവിടെ ആരംഭിച്ച ആ ഭക്തി, പരിശുദ്ധ പോംപെ മാതാവിനോടുള്ള ഭക്തി, അധിക വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലുമെത്തി. ഈ കോഞ്ചിറ പരിശുദ്ധ പോംപെ മാതാവിൻ്റെ ഈ കപ്പേളയിൽ തൃശ്ശൂർ അതിരൂപതയുടെ ആദ്യത്തെ വികാരി അപ്പസ്തോലികയായിരുന്ന മെത്രാനായിരുന്ന അഡോൾഫ് മെഡ്ലിക്കോട്ട് പിതാവിൻ്റെ സഹായത്തോടെ, അദ്ദേഹം നൽകിയ ഒരു ചിത്രത്തോടെ ആണ് ഈ ഭക്തി നമ്മുടെ ഈ നാട്ടിൽ ആരംഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇത്രയും പുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ കോഞ്ചിറ മുത്തിയുടെ ഈ ദേവാലയം, ഈ കപ്പേള എന്ന് നമുക്കറിയാം. ഭാരതത്തിലെ തന്നെ പരിശുദ്ധ പോംപെ മാതാവിനോടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വളരെ പുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണിത്. നമുക്കതിൽ അഭിമാനിക്കാം. ഈ ദൈവഭവനത്തിലായിരിക്കുന്നതിനെ ദൈവത്തിന് നന്ദി പറയാം. ഞാൻ ഈ വചന സന്ദേശത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ജീവിച്ച ചില വിശുദ്ധ ജീവിതങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധ പോംപെ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ അതോടനുബന്ധിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വിശുദ്ധനായ വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ബെർത്തലോങ്കോ. നിങ്ങൾ കേട്ട് കാണും. ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ അൽമായൻ, അച്ഛനോ സന്യസ്തനോ ഒന്നുമല്ല. പക്ഷെ ഈ മനുഷ്യന് ഒരു ദൈവ ദർശനമുണ്ടാവുകയാണ്. ആ ദർശനത്തിൽ അദ്ദേഹം ശ്രവിച്ച കാര്യം ഇതാണ്: നീ ജപമാല ഭക്തി പ്രചരിപ്പിക്കുകയാണെങ്കിൽ നീ രക്ഷ പ്രാപിക്കും. ജപമാല ഭക്തി പ്രചരിപ്പിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. ഈ മനുഷ്യൻ അത് അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ച് അവിടെയുള്ള കർഷകരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ജപമാല ചൊല്ലാൻ തുടങ്ങി. ആദ്യമൊക്കെ ആളുകൾ വളരെ കുറവായിരുന്നു, അധികം ആളുകളൊന്നും വന്നിരുന്നില്ല. നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുമ്പോൾ ആദ്യമൊന്നും ഒത്തിരി ആളുകൾ വരില്ലെന്ന് നമുക്കറിയാലോ. പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇടിച്ചു കയറ്റം ഉണ്ടാവാറില്ല, ആൾ കുറവാണ് ആദ്യമൊക്കെ. പക്ഷേ സാവകാശം ഈ ആളുകളുടെ എണ്ണം കൂടി തുടങ്ങി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടി. ആ പ്രദേശം മുഴുവൻ ഈ ജപമാല ഭക്തിയിലൂടെ വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനർത്ഥം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ പ്രായോഗികമായ ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്താലേ തിരുനാളാഘോഷം കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ജപമാല ചൊല്ലുന്നവരാണ്. അങ്ങനെ ഒരു നല്ല പതിവ് നമുക്കുണ്ട്. നിർത്തിയേക്കരുത് ആ പതിവ്, മറന്നുപോകരുത് ആ പതിവ്. മറ്റെന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ജപമാല ചൊല്ലുന്ന പതിവ് നിർത്തരുത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പറഞ്ഞത്, പരിശുദ്ധ അമ്മയോടുകൂടെ ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതാണ് ജപമാല പ്രാർത്ഥന എന്ന്. മാർപ്പാപ്പ പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനകളിൽ ഒന്നാണ് ജപമാല പ്രാർത്ഥന. ലളിതമായൊരു പ്രാർത്ഥന, പക്ഷേ ഇത്രയും സുന്ദരമായ പ്രാർത്ഥനകൾ അധികമില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രായോഗികമായി എടുക്കാനുള്ള ഒരു തീരുമാനം ഇതാകട്ടെ: എൻ്റെ കുടുംബത്തിൽ എല്ലാ ദിവസവും ജപമാല ചൊല്ലും എന്ന തീരുമാനം. ഇനി വ്യക്തിപരമായി നമുക്കൊരു തീരുമാനം എടുക്കാം: ഞാൻ വ്യക്തിപരമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലും. അത് അധികമായിട്ടല്ല, ഞാൻ പറയും സാധിക്കുന്നിടത്തോളം എണ്ണം ജപമാല ചൊല്ലണമെന്ന് പറയും. ഞാൻ മേരിമാത മേജർ സെമിനാരിയിൽ നിന്നാണ് വരുന്നത്. അവിടെ എല്ലാ വർഷവും സെമിനാരിയെ സാമ്പത്തികമായി സഹായിക്കുന്നവരുടെ ഒരു സംഗമം വയ്ക്കാറുണ്ട്, ഒരു കൂട്ടായ്മ. അങ്ങനെ കഴിഞ്ഞിട്ട് മുന്നത്തെ വർഷം ഈ സംഗമത്തിന് ഒരു അമ്മച്ചി വന്നു, ഒരു
പാവപ്പെട്ട ഒരു സാധാരണ സ്ത്രീ. കൂനി കൂടിയാണ് അമ്മച്ചി വരുന്നത്, പ്രായമായിട്ടുണ്ട്. പക്ഷെ അമ്മച്ചി പറഞ്ഞു, അച്ഛാ എനിക്ക് വയ്യ, എന്നാലും ഞാനിത് മുടങ്ങില്ല, കാരണം എൻ്റെ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമല്ലേ. എന്നിട്ട് ഈ അമ്മച്ചി എന്നോട് പറഞ്ഞ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ അമ്മച്ചി എന്നോട് പറയായിരുന്നു, അച്ഛാ ഞാനിവിടെ ഈ സെമിനാരിയിലേക്ക് വരുന്നതിന് മുൻപ് 35 ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടാണ് ഈ വൈദിക വിദ്യാർത്ഥികളെയും ഇവിടെയുള്ള വൈദികരെയൊക്കെ സമർപ്പിച്ചിട്ടാണ് കേട്ടോ അച്ഛാ ഞാൻ ഈ സംഗമത്തിന് വന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇതൊരു സാധാരണ വീട്ടമ്മയുടെ സാക്ഷ്യമാണ്. മനസ്സ് വെച്ചാൽ നമുക്ക് ജപമാലകൾ വ്യക്തിപരമായിട്ട് ചൊല്ലാൻ സാധിക്കില്ലേ? മനസ്സ് വയ്ക്കണം. അത് ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ സാധിക്കുമല്ലോ. യാത്രകൾക്കിടയിൽ നമുക്ക് ചൊല്ലാൻ സാധിക്കും നിശബ്ദമായിരുന്ന്. ഇതുമാത്രം സമയം നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. പക്ഷേ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണമല്ലോ. അതിന് ഏറ്റവും ലളിതമായ, ഏറ്റവും സുന്ദരമായൊരു പ്രാർത്ഥനയാണ് ജപമാല. പരിശുദ്ധ ബോംബെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭ നമുക്ക് നൽകുന്ന ആഹ്വാനം അത് തന്നെയാണ്. പരിശുദ്ധ അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. അത് കാർക്കശ്യക്കാരനായ ഒരു സെമിനാരി റെക്ടറുടെ ജീവിതാനുഭവമാണ്. ഞാനൊരു സെമിനാരി റെക്ടറാണ്, മേരിമാത മേജർ സെമിനാരിയിൽ. ഇത് വേറൊരു സെമിനാരി റെക്ടറിൻ്റെ അനുഭവമാണ്. ഈ റെക്ടറച്ചൻ വിശുദ്ധനായ മനുഷ്യനാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന അച്ഛനാണ്. പക്ഷെ നല്ല സ്ട്രിക്റ്റ് ആണെന്ന് നമ്മൾ പറയില്ല, നല്ല കാർക്കശ്യക്കാരനാണ്. നിയമങ്ങളൊക്കെ കൃത്യം പാലിക്കണമെന്ന് പറയുന്ന ഒരു അച്ഛനാണ്. അതുകൊണ്ട് സെമിനാരിക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിശബ്ദതയുടെ സമയത്ത് പരിപൂർണ നിശബ്ദത, വേറെ അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പരിപൂർണ നിശബ്ദതയൊക്കെ ഉള്ള, അച്ചടക്കമുള്ള, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വൈദിക വിദ്യാർത്ഥികളുടെ സമൂഹമുള്ള ഒരു സെമിനാരി. അങ്ങനെ ഇരിക്കെ ഈ സെമിനാരിയിലേക്ക് ഒരു സർക്കസുകാരൻ വരികയാണ്. സർക്കസുകാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ വഴിയോരങ്ങളിലൊക്കെ ചെറിയ സർക്കസ് വിദ്യകളൊക്കെ കാണിക്കുന്ന മനുഷ്യർ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും. ഒരു കയറെടുത്ത് ഒരു അറ്റം മുതൽ അറ്റം വരെ കെട്ടിടാകുമ്പോൾ നടന്നു പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അങ്ങനെയുള്ളവർ, ഡാൻസ് കളിക്കുന്നവർ, പ്രത്യേക രീതിയിൽ ചാടി മറിയുന്നവരൊക്കെ. അങ്ങനത്തെ ഒരു ചേട്ടനാണ്. ആളുടെ കൂടെ ഒരു കുഞ്ഞുണ്ട്, ഒരു കുട്ടിയുണ്ട്, അയാളുടെ മകനാണ്. ഈ കൊച്ചുകുട്ടിയും ഈ ചേട്ടനും കൂടെ വന്ന് ഈ സെമിനാരിയിൽ കയറി ഇവരിങ്ങനെ ഓരോന്ന് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ സെമിനാരിക്കാർ വന്നിട്ട്, ബ്രദേഴ്സ് വന്നിട്ട് പറഞ്ഞു, റെക്ടറച്ചനോട് പറഞ്ഞു, അച്ഛാ നമ്മുടെ നിശബ്ദതയ്ക്ക് എതിരായി ഇവിടെ ഒരു സർക്കസുകാരൻ വന്നിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്, അച്ഛൻ ചെന്ന് പറയണം, നിർത്താൻ പറയണം. ഈ റെക്ടറച്ചൻ ചെന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഇവിടെ താമസിക്കുന്നതിന് കുഴപ്പമില്ല, താങ്കൾക്ക് വേറെ താമസിക്കാൻ സ്ഥലമില്ലെങ്കിൽ, പക്ഷെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല, നിശബ്ദത പാലിക്കണം, ഇത് സെമിനാരിയാണ്. ഈ മനുഷ്യനത് സമ്മതിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സെമിനാരിക്കാർ വന്നിട്ട് റെക്ടറച്ചനോട് പറഞ്ഞു, അച്ഛാ ഈ സർക്കസുകാരൻ ചേട്ടൻ മാതാവിൻ്റെ ഗ്രോട്ടോയില് മുമ്പിൽ നിന്ന് കരണം മറിയാണ്, കെട്ടിമറിയുന്നുണ്ട്. സ്വരമൊന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ ആൾക്ക് അറിയാവുന്ന ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെക്ടറച്ചൻ ഓടി വന്നു. റെക്ടറച്ചൻ വന്ന് നോക്കിയപ്പോൾ ഈ ഗ്രോട്ടോയിലുള്ള മാതാവ് ചിരിച്ചു നിൽക്കുകയാണ് ഈ സർക്കസ് വിദ്യ കണ്ടിട്ട്. പക്ഷെ ഈ മാതാവിൻ്റെ കയ്യിലുള്ള ഉണ്ണീശോയെ കാണാനില്ല. ഉണ്ണീശോയും ഈ സർക്കസുകാരൻ്റെ കുട്ടിയും കൂടി കളിക്കുന്നതായിട്ടാണ് ഈ റെക്ടറച്ചൻ കണ്ടത്. റെക്ടറച്ചൻ വിശ്വസിക്കാൻ പറ്റില്ല. എന്താണ് ഈ കാണുന്നത്? ഒരു ദർശനം പോലെ. ഈ റെക്ടറച്ചൻ ഈ സർക്കസുകാരനോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്? ഈ സർക്കസുകാരൻ പറഞ്ഞു, അച്ഛാ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. എനിക്കറിയാവുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ കരണം മറിയലാണ്. എനിക്ക് പരിശുദ്ധ അമ്മയോട് സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്. പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിലും എനിക്കറിയാവുന്ന കാര്യം ഞാൻ അങ്ങ് ചെയ്യുകയാണ്. ഈ റെക്ടറച്ചന് വലിയ ഉൾക്കാഴ്ച കിട്ടിയ ഒരു അനുഭവമായിരുന്നത്. എന്താണ് യഥാർത്ഥ ഭക്തിയുടെ കാതൽ എന്ന് ചോദിച്ചാൽ, സ്നേഹമുള്ളവരെ, അത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഹൃദയമാണ്. പരിശുദ്ധ അമ്മയോടുള്ള നിഷ്കളങ്കമായ സ്നേഹവും ആഴമേറിയ വിശ്വാസവുമാണ് എല്ലാ ഭക്തകൃത്യങ്ങളുടെയും അടിസ്ഥാനം.
അതുകൊണ്ട് ഈ മനുഷ്യനെ വലിയ അഭ്യസ്ത വിദ്യനൊന്നും അല്ലെങ്കിലും ഇയാളുടെ ഈ കരണം മറിച്ചിൽ തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് മാറിയെന്ന് ഈ വിശുദ്ധനായ റെക്ടറച്ചന് മനസ്സിലായി. ഈ റെക്ടറച്ചൻ മറ്റാരുമല്ല, പിന്നീട് വിശുദ്ധനായി തീർന്ന വിശുദ്ധ ബെർണാർഡ്. നിങ്ങൾ കേട്ട് കാണും, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന നമ്മൾ എന്നും പല പ്രാവശ്യം ചൊല്ലുന്ന ഈ പ്രാർത്ഥന രചിച്ച വിശുദ്ധ ബെർണാർഡാണ് ഈ പറഞ്ഞ റെക്ടറച്ചൻ. എന്താണ് മാതാവിനോടുള്ള ഭക്തി എന്ന് ചോദിച്ചാൽ, സ്നേഹമുള്ളവരെ, അത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാവമാണ്, നിഷ്കളങ്കതയാണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ വലിയ വിശ്വാസമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാരെ സ്നേഹിക്കില്ലേ? അതുപോലെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. എൻ്റെ അമ്മ 2022 ഒക്ടോബർ മാസം 9-ാം തീയതിയാണ് മരിച്ചത്. അമ്മ മരിച്ച് ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, ആ ദിവസങ്ങളിൽ എൻ്റെ കൂട്ടുകാരൻ ഒരച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ശരിയാണ്, ഒരു ശാരീരിക സാന്നിധ്യം അമ്മയുടെ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. പക്ഷെ അച്ഛൻ വിഷമിക്കരുത്, പരിശുദ്ധ അമ്മയോടൊപ്പം അച്ഛൻ്റെ അമ്മയുണ്ട്, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയെ പോലെ തന്നെ അച്ഛൻ്റെ അമ്മയും. അതിനുശേഷം എൻ്റെ ദുഃഖമൊക്കെ മാറി, കുറഞ്ഞു. വിഷമമൊക്കെ മാനുഷികമായിട്ട് നമുക്കുണ്ടാവും, എന്നാലും കുറഞ്ഞു. സ്നേഹമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇത് പറഞ്ഞത്. മക്കള് വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ചു വരും എന്ന് കരുതലോടെ കാത്തിരിക്കുന്ന ഒരമ്മയെ പോലെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരമ്മ കാത്തിരിക്കുന്നുണ്ട്. അത് പരിശുദ്ധ കന്യകാമറിയമാണ്. എന്തിനാണ് പേടിക്കുന്നത്? പിന്നെ നമ്മൾ സ്വർഗത്തിലെത്തുന്നത് വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ അടുത്തേക്ക് ഇപ്പൊ വരും എന്ന് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു അമ്മ സ്വർഗത്തിൽ നമുക്കുണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസവും ബോധ്യവും ഈ തിരുനാൾ നമുക്ക് നൽകുന്നുണ്ട്, സ്നേഹമുള്ളവരെ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നിഷ്കളങ്കമായ സ്നേഹവും ഭക്തിയും ജീവിതകാലം മുഴുവൻ ഉണ്ടാകാൻ, ആ ഭക്തിയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു കുട്ടിയുടെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ കുട്ടിയുടെ അമ്മ 9-ാമത്തെ വയസ്സിൽ മരിച്ചു. 12-ാമത്തെ വയസ്സിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ചേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ, ആള് മരിച്ചു. പിന്നെ അപ്പൻ മാത്രമേ ഉള്ളൂ. അപ്പൻ്റെ സംരക്ഷണയിൽ കുട്ടി വളർന്നു. അപ്പം അവൻ എന്നും പറയും പരിശുദ്ധ അമ്മയോട്, മാതാവേ, പരിശുദ്ധ അമ്മേ, എനിക്ക് ഈ ഭൂമിയിൽ അമ്മയില്ല, ഇനി എൻ്റെ ഏക അമ്മ, എൻ്റെ ഏക ആശ്രയം, എൻ്റെ ഏക ശരണം നീയാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ഈ കുഞ്ഞ് വളർന്നു വന്നു. കുറച്ചും കൂടെ വലുതായപ്പോൾ അവനൊരാഗ്രഹം തോന്നി, ഒരു വൈദികനാകണമെന്ന്. അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. സെമിനാരികളൊന്നും പരസ്യമായി തുറന്ന് പ്രവർത്തിക്കുന്നില്ല. രഹസ്യ സങ്കേതങ്ങളിലാണ് സെമിനാരി വിദ്യാഭ്യാസമൊക്കെ നടക്കുന്നത്. ഈ കുട്ടി സെമിനാരിയിൽ ചേർന്നു, രഹസ്യമായി സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയാണ്. പട്ടം കിട്ടുന്നതിന് 1 വർഷം മുമ്പ് കുടുംബത്തിലുണ്ടായിരുന്ന ഏക ആശ്രയമായിരുന്ന, സഹായമായിരുന്ന അപ്പനും മരിച്ചു. പട്ടം കിട്ടുമ്പോൾ ഈ കൊച്ചച്ഛന് വീട്ടുകാരാരുമില്ല, എല്ലാവരും മരിച്ചുപോയി. പക്ഷെ മിടുക്കനായിരുന്നു. അതിനേക്കാൾ ഉപരി പരിശുദ്ധ അമ്മയോട് നല്ല ഭക്തിയുള്ളവനായിരുന്നു. വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം കൊച്ചച്ഛനായും വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു. പഠിക്കാൻ മിടുക്കനായിരുന്നത് കൊണ്ട് അധികാരികൾ ഈ അച്ഛനെ റോമിലേക്ക് ഉപരിപഠനത്തിന് അയച്ചു. മിടുമിടുക്കനായിട്ട് പഠിച്ച് ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും 2 ഡോക്ടറേറ്റുകൾ കരസ്ഥമാക്കി തിരിച്ചു വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സഹായമെത്രാനായി. കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ ആർച്ച് ബിഷപ്പായി. കുറച്ച് വർഷങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ കർദിനാളായി. തീർന്നില്ല, കുറച്ച് വർഷങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാർപ്പാപ്പയായി. അവസാനിച്ചില്ല. അദ്ദേഹം മരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ആരാണ് ഈ വ്യക്തി എന്ന് നിങ്ങൾക്കറിയാം? ആരാണ്? വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ. സ്നേഹമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മ വളർത്തട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ
പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് നമുക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നമുക്ക് വളർത്താം. നമ്മൾ മനുഷ്യർ വളർത്തുമ്പോൾ എന്തുമാത്രം വളർത്താൻ സാധിക്കും? ഈ ലോകത്തിലെ ചില നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ അൾത്താരയോളം വളർത്താൻ, സ്വർഗത്തോളം ഉയർത്താൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ കുഞ്ഞുമക്കളെയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഭരമേൽപ്പിക്കാം. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ നമുക്ക് നിറമനസ്സോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ ആപ്തവാക്യം ഇതാണ്. മാർപ്പാപ്പ പറഞ്ഞിരുന്നൊരു കാര്യം ഇതാണ്, ലത്തീൻ ഭാഷയിൽ തോത്തൂസ് തൂസ് മരിയ, മറിയമേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. ഈ വലിയ വിശ്വാസത്തോടെ ഈ വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. ഹൃദയത്തിൽ നിന്നുള്ള നിഷ്കളങ്കമായ ഭക്തിയോടെ, വിശ്വാസത്തോടെ നമുക്ക് പറയാം, പരിശുദ്ധ അമ്മേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. സ്വർഗത്തോളം എന്നെ വളർത്താൻ അമ്മേ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ